ചക്രമുടി ഭൂമി കയ്യേറ്റം റവന്യൂ മന്ത്രിയുടെ അറിവോടെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഐജിയുടെ റിപ്പോർട്ടിൽ കയ്യേറ്റം വ്യക്തമാണ്. സിപിഐയെ പോലെ സിപിഐഎമ്മും കയ്യേറ്റം നടത്തി. ചക്രമുടി സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം. കയ്യേറ്റത്തിൽ പങ്കില്ലെന്നും കയ്യേറ്റക്കാരനെയോ കയ്യേറ്റ ഭൂമി സംബന്ധിച്ചോ അറിവില്ലെന്നും സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ പ്രതികരിച്ചു. കയ്യേറ്റക്കാർക്കൊപ്പം നിൽക്കുന്ന നിലപാട് സിപിഐക്കില്ല. ജില്ലയിൽ കയ്യേറ്റമില്ലാത്ത ഏക പാർട്ടി സിപിഐ ആണെന്നും കെ സലീംകുമാർ പറഞ്ഞു. ബൈസൺ വാലിയിലെ ഈ ചക്രമുടിയിൽ നടന്നിരിക്കുന്നത് നഗ്നമായ ഭൂമി കയ്യേറ്റമാണ്. സർക്കാർ ഭൂമി കയ്യേറ്റമാണ്. സർക്കാർ പാറ പുറമ്പോക്ക് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭൂമി കയ്യേറാൻ വേണ്ടിയിട്ട് റവന്യൂ അധികാരികൾ തന്നെ കൂട്ടുനിന്നിരിക്കുകയാണ്. റവന്യൂ വകുപ്പ് ഭരിക്കുന്ന കക്ഷിയുടെ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടിയാണ് ഇത് മുഴുവൻ നടന്നിരിക്കുന്നത്. റവന്യൂ മന്ത്രിക്ക് കിട്ടിയിരിക്കുന്ന ഒരു കത്ത്, ഡേറ്റ് പോലും ഇല്ല അതിൻ്റെ അകത്ത്. ആ കത്ത് കൊടുത്തിട്ടാണ് ഇത് റീസർവേ നടത്തി ഇതെല്ലാം റെഗുലറൈസ് ചെയ്ത് കൊടുത്തത്. ഈ ഭൂമി മുഴുവൻ റെഗുലറൈസ് ചെയ്തത്. ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള തരത്തിലാണ് ഇവിടെ ഈ പ്രവർത്തികൾ നടത്തിയിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്കോ വ്യക്തിപരമായി എനിക്കോ ചക്രമുടി ഭൂമി കയ്യേറ്റവുമായി യാതൊരു ബന്ധവുമില്ല. ഈ ജില്ലയിലെ മുഴുവൻ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുക മാത്രമല്ല, ഒഴിപ്പിക്കുന്ന ഭൂമി സംരക്ഷിച്ചുകൊണ്ട് ഭൂരഹിതരായിട്ടുള്ള തോട്ടം തൊഴിലാളികൾക്കും കർഷക തൊഴിലാളികൾക്കും മറ്റ് അർഹതപ്പെട്ട ആളുകൾക്കും ഭൂമി വിതരണം ചെയ്യുന്നത് തന്നെയാണ് CPIയുടെ ഉറച്ച നിലപാട്. ഒരു കയ്യേറ്റക്കാരനെയും ഈ പാർട്ടിയുടെ ഭാഗത്തു നിന്നും സഹായിക്കുന്ന പ്രശ്നവുമില്ല. പിന്നെ ഈ ഭൂമി ഇടപാടുകാരനെ എനിക്കറിയത്തുമില്ല. കയ്യേറ്റവുമായി ബന്ധപ്പെട്ടോ അതിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടോ ആർക്കും അങ്ങോട്ടെങ്കിലും അതിനെ ഗൗരവമായി തന്നെ കാണും. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഈ ചക്രമുടി സന്ദർശിച്ച ശേഷം പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം സർക്കാരിനെതിരെ അത് ഏത് തരത്തിലായിരുന്നു? അതിനോടിപ്പോൾ തങ്ങൾക്ക് ഈ കയ്യേറ്റവുമായി ബന്ധമില്ല എന്ന് CPI ആവർത്തിക്കുകയാണ്. CPIയുടെ വിഷയത്തിലുള്ള പ്രതികരണവും ഏത് തരത്തിലായിരുന്നു രാഹുൽ? ശ്രീലക്ഷ്മി, ചക്രമുടിയിലെ കയ്യേറ്റം റവന്യൂ മന്ത്രിയുടെ അറിവോടെ എന്നാണ് പ്രതിപക്ഷ നേതാവും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നഗ്നമായ നിയമലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഐജിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ നടപടി ഉണ്ടാകേണ്ടത് അനിവാര്യമായ കാര്യമാണ്. CPIയുടെയും റവന്യൂ വകുപ്പിന്റെയും ഇടപെടൽ അനധികൃത കയ്യേറ്റം നടത്തുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. മാത്രമല്ല, ഓരോ കയ്യേറ്റങ്ങളും നേരിട്ട് ചെന്ന് ചൂണ്ടിക്കാണിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. മാത്രമല്ല, CPIയും CPMും കയ്യേറ്റത്തിൽ മത്സരിക്കുകയാണ്. പല പ്രദേശങ്ങളിലും ഇവർ രണ്ടുപേരും കയ്യേറ്റം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. ഇതെല്ലാം തള്ളുകയാണ് പക്ഷേ CPIയുടെ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ. മാത്രമല്ല, സലീംകുമാറിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ആരോപണം കൂടി വന്നിരുന്നു. ഈ ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ട് സലീംകുമാറിന് നേരിട്ട് പങ്കാളിത്തമുണ്ട് എന്ന്. അത് ആരോപണം ഉന്നയിച്ച ആൾ അല്ലെങ്കിൽ പരാതി കൊടുത്തയാള് CPIയുടെ ജില്ലാ കൗൺസിൽ അംഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു പ്രതികരണം കൂടി വന്നു. ഇതെല്ലാം തെറ്റാണ്. അത്തരത്തിലുള്ള ഒരു ഇടപാടും ഈ ചക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടോ ഇടുക്കി ജില്ലയിലെ മറ്റു കയ്യേറ്റവുമായി ബന്ധപ്പെട്ടോ ഇല്ല എന്നുള്ളത് CPI ജില്ലാ സെക്രട്ടറി ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ചക്രമുടി വിഷയം വീണ്ടും സങ്കീർണമാവുകയാണ്. പ്രതിഷേധങ്ങൾ കനക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ CPIയുടെയും റവന്യൂ വകുപ്പിന്റെയും ഒക്കെ പങ്ക് കൂടുതൽ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി ഉയർന്നു വരികയുമാണ്. ശ്രീലക്ഷ്മി. ശരി, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചക്രമുടി സന്ദർശിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം റവന്യൂ മന്ത്രിയുടെ കൂടി അറിവോടെയാണ് ഈ ചക്രമുടി ഭൂമി കയ്യേറ്റം എന്ന തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചത്. ഐജിയുടെ റിപ്പോർട്ടിൽ ഈ കയ്യേറ്റം വ്യക്തമാണ് എന്നും അദ്ദേഹം ആഞ്ഞടിക്കുകയുണ്ടായി. CPIയെ പോലെ തന്നെ CPMും ഈ വിഷയത്തിൽ ഇവിടെ ഭൂമി കയ്യേറ്റം നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ടായി. ചക്രമുടി സന്ദർശിച്ച ശേഷമായിരുന്നു വി ഡി സതീശന്റെ ഈ വിമർശനം. ഇപ്പോൾ അദ്ദേഹം ചക്രമുടി സന്ദർശിച്ച ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.